വയോധികരുടെ ക്രൂരതകൾ സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ വയോധികയെക്കുറിച്ച് നിങ്ങൾ കേട്ടതാണല്ലോ. ഇപ്പോഴിതാ അവരും മരണത്തെ വരിച്ചിരിക്കുന്നു. ഏറ്റുമാനൂർ കാട്ടാച്ചിറ കുറ്റ്യാനിയിൽ തങ്കമ്മ സ്വന്തം സഹോദരന്റെ പുത്രനെ കൊലപ്പെടുത്തുമ്പോൾ പറ്റിയ പരിക്കുകൾ അവരുടെയും ജീവനെടുത്തിരിക്കുകയാണ്. 79-ാം വയസ്സിൽ സ്വന്തം മകനെയും കുടുംബത്തെയും ഒക്കെ കൊലപ്പെടുത്തി ഇടുക്കി സ്വദേശി ഹമീദിന് കോടതി വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ ദിവസമാണ്. അതിന് പിന്നാലെയാണ് ഈ കൊലപാതക വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നത്. 80 വയസ്സിനോട് അടുക്കെ പോലും സ്വന്തം സ്വത്തുക്കൾ വിട്ടു നൽകാൻ മടിയുള്ള, അല്ലെങ്കിൽ എല്ലാം തങ്ങൾക്ക് വേണം എന്ന ചിന്ത പുലർത്തുന്ന മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ കഴിഞ്ഞ ഹമീദായിക്കോട്ടെ, ഇപ്പോൾ മരിച്ചവരായിക്കോട്ടെ, ഇവരൊക്കെ സ്വത്തിൻ്റെ പേരിലുള്ള തർക്കങ്ങളാണ് ഇവരെ കൊണ്ട് വലിയ വലിയ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് ഇവരെ നിർബന്ധിതരാക്കിയത്. അതിന് പിന്നാലെ അവർക്കും മരണം സംഭവിക്കുകയാണ്. എന്തായാലും ആർക്കാണ് ഇവരെ തിരുത്താനാവുക എന്നത് വലിയ ചോദ്യമാണ്. നമ്മൾ വയോജനങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ മാനസികാരോഗ്യം കൂടി സംരക്ഷിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചുകൂടി നമ്മളോട് പറയുന്നുണ്ട് ഇത്തരം സംഭവങ്ങൾ.